السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عتبان رضي الله عنه قال قال رسول الله صلى الله عليه وسلم فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. റവാഹു അൽ ബുഖാരി വ മുസ്ലിമു റഹ്മത്തുള്ളാഹി അലൈഹിമ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്, അഫ്ളലു ദിക്ർ, അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സംസാരിച്ചു വന്നിരുന്നതാണ്. അത് പതിവാക്കുന്ന ഒരാൾ, നാവിൽ നിന്ന് ഒഴിയാതെ ആ ദിക്റുമായി കഴിഞ്ഞുകൂടുന്നയാൾ, നരകരക്ഷ ആഗ്രഹിക്കുന്നവരും നരകത്തെ ഭയപ്പെടുന്നവരുമായ ആളുകൾ, മറ്റെന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരുന്നാലും ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സവിശേഷത കൊണ്ട് അയാൾക്ക് നരകം ഹറാമാക്കപ്പെടും. നരകം ഹറാമാക്കുന്നതോടുകൂടി തന്നെ സ്വർഗം ഹലാലാക്കപ്പെടുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിന്റെ വാചകം കൂടി അതിനോടൊപ്പം ചേർത്ത് വെച്ചാൽ, മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരുടെ അവസാന വാചകം, അതിനുശേഷം പിന്നീട് ചുണ്ടുയർത്തി നാവനക്കി ഒരു കലിമത്തും പിന്നീട് പറയാതെ ഇരിക്കുന്ന രൂപത്തിലുള്ള അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകുന്നു. അതുകൊണ്ടാണ് മരണാസന്നനായ രോഗത്തിൻ്റെ പിടിയിൽ അമർന്ന് ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അവിടെ സന്നിധരായ ആളുകൾ ആ രോഗിക്കൊരു പക്ഷെ അത് പറയാൻ തൻ്റെ രോഗവും പ്രയാസവും ബുദ്ധിമുട്ടും കാരണമായി തടസ്സങ്ങൾ നേരിടുന്നുവെങ്കിൽ അതൊന്ന് ഓർമ്മപ്പെടുത്താൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കുക. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് അത് മനസ്സിലാക്കി നാവ് കൊണ്ട് ഉച്ചരിച്ച് പിന്നീട് ഒരക്ഷരം പോലും ഉരിയാടാതെ റൂഹ് തൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുകൊടുക്കാൻ മഹാഭാഗ്യം ലഭിക്കുന്ന ഒരാളെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞു, ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. അള്ളാഹു അത്തരം മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഇത്ബാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിലുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ഹറമ അലൻ നാരി, നരകത്തിന് ഹറാമാക്കിയിട്ടുണ്ട്. ആ ചാപ്പ അടയാളം ഉണ്ടാവും, ഇത് നിനക്ക് പറ്റിയ ആളല്ല എന്ന് നരകത്തിനോട് അല്ലാഹു നിശ്ചയിച്ചു കൊടുക്കപ്പെട്ട ആളുകൾ. അതോടൊപ്പം തന്നെ ഹലാൽ, നമ്മൾ ഹോട്ടലിൽ കയറുമ്പോഴും ബീഫും മീറ്റും ഒക്കെ വാങ്ങുമ്പോഴൊക്കെ ഉണ്ടാകുമ്പോൾ ഹലാൽ എന്നൊരു സിമ്പൽ, ഇതുപോലൊരു ഹലാലിൻ്റെ സിമ്പൽ നമുക്ക് ഉണ്ടാവണം. ആ സിമ്പൽ ഉണ്ടാകും. അതാരാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. എങ്ങനെ? യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുമുഖമല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാത്ത ആള്. വണ്ടി കയറുമ്പോൾ ചില ആൾക്കാർ നമ്മൾ കാണാം, നമ്മുടെ നാടുകളിലൊന്നുമില്ല, പല രാജ്യങ്ങളിലും ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ സഹായത്തിന് വരുമ്പോൾ അവരറിയാതെ ഇങ്ങനെ ദിക്റുകളും ഔറാദുകളും ഒക്കെ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആൾക്കാരുണ്ടാവും. കുട്ടിയെ തൊട്ടിലിട്ടാട്ടുന്ന ഉമ്മ ആ കുട്ടി ഉറങ്ങാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടുന്നുണ്ടാവും. അങ്ങനെയല്ല, മറിച്ച് അയാളുടെ ഖൽബിൻ്റെ ഉള്ളിൽ പടച്ചതമ്പുരാന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് സ്വർഗത്തിലെത്താൻ, നരകത്തിന് ഹറാമായി തീരാൻ ഇത് ഉപകരിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതെങ്കിൽ അയാൾക്ക് നരകം ഹറാമാക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത്തരം മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് കാമിലായി ഈമാനോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന നമ്മുടെ പക്കൽ വന്നു പോയ എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു പാകപ്പിഴവുകൾ പരിഹരിച്ച് മറച്ചു വെച്ച് ഇരുലോകത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്കൊക്കെ പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിതത്തിൻ്റെ നാനാതുറയിലും ശാരീരികമായി മാനസികമായി പ്രയാസപ്പെടുന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും ലഘൂകരിച്ച് അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. രോഗത്തിൻ്റെ പിടിയിലമർന്ന് വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലും ഒക്കെയുള്ള രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും
റാഹത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നമുക്കൊക്കെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ മഈശത്തിൽ റിസ്ഖിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.